ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് റാഗി കൊണ്ടുള്ള നല്ലൊരു സോഫ്റ്റ് ചപ്പാത്തിയും ഒരു ഈസി പനീർ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ റാഗി കൊണ്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഹാർഡായി പോകുന്നു എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഗോതമ്പ് പൊടി വെച്ച് ചപ്പാത്തി ഉണ്ടാക്കുന്ന അത്രയും സമയം വേണ്ടു ഈ ഒരു റാഗി ചപ്പാത്തി ഉണ്ടാക്കുവാനും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായി ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്നത് പകുതി ഗോതമ്പ് പൊടി കൊണ്ടും പകുതി റാഗിയും ചേർത്തിട്ടാണ്. അതായത് ഞാനിവിടെ 200 ml കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേ കപ്പിൽ 1 കപ്പ് റാഗിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റാഗിപ്പൊടി ഇതുപോലെ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇത് വറുത്തെടുത്തിട്ടൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അതിനായിട്ട് ഉപ്പ് ചേർത്ത വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നോർമൽ വാട്ടറിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം കുറേശ്ശെയായി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ ഇതിൽ റാഗി കൂടി ചേർത്തതായതുകൊണ്ട് സാധാരണ ഗോതമ്പ് പൊടി കുഴച്ചെടുക്കുന്ന അത്രയും വെള്ളം ഇതിന് വേണ്ട. പെട്ടെന്ന് കുഴഞ്ഞു കിട്ടും. അതുപോലെ തന്നെ റാഗിപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലും ഉണ്ടാക്കാം. കഴുകി വെയിലത്തിട്ട് ഉണക്കി പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മൾ ചപ്പാത്തിക്കുള്ള മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കയ്യിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കുഴച്ചെടുക്കണം. ഇതിൽ ഞാൻ എണ്ണയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നിട്ടും ഒട്ടും തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ല. ഇനി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അത് നിങ്ങൾ സാധാരണ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യാറെന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി. ഇനി ഇതിൽ നിന്നും കുറേശ്ശെ എടുത്ത് നമുക്ക് ഇതുപോലെ ഉരുളകളാക്കാം. അപ്പോൾ ഇത് മാവ് മുഴുവൻ നമ്മൾ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവ് വെച്ച് നമുക്ക് ഏകദേശം ഒരു 9 ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇനി ഇത് നമുക്ക് നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ ഇതുപോലെ പൊടിയിൽ മുക്കി ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് പരത്തിയെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ. കാരണം റാഗി കൂടി ചേർത്തതായതുകൊണ്ട് അധികം നേരിയതായിട്ട് പരത്തിയെടുക്കുമ്പോൾ ചെറുതായിട്ട് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പരത്തിയെടുത്ത ചപ്പാത്തി നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഇതുപോലൊരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. തവ ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് പരത്തി വെച്ച ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിന്റെ കളർ ചെറുതായി മാറി തുടങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ ഇതുപോലെ മറിച്ചും തിരിച്ചും ഇട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് വീഡിയോയിൽ എത്രമാത്രം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ചപ്പാത്തി അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് നെയ്യ് പുരട്ടി കൊടുത്താലും മതി. ഇനിയൊന്നും പുരട്ടി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യാറെന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇത് നമ്മുടെ ചപ്പാത്തി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. നമ്മളപ്പോൾ ഇതാ ചപ്പാത്തി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് റാഗി ചേർത്ത് കൊടുത്തതായതുകൊണ്ടാണ് ഈ ഒരു കളറ്. ഇനി നമുക്ക് ഈസി പനീർ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം, ഒരു ചെറിയ കഷ്ണം പട്ട, 1 ഏലക്ക, 1 ഗ്രാമ്പു, 1 ബേ ലീഫ്, 2 വറ്റമുളക് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 4 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും ഏകദേശം ഒരു 10 കശുവണ്ടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് ആ തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്.
ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. നമ്മളിത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത് ആ തക്കാളിയും ഉള്ളിയൊക്കെ വഴറ്റിയെടുത്ത സെയിം പാത്രത്തിലാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് അരച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഈ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഈ ഒരു ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ഒരു ഗ്രേവി അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ചേർത്ത് കൊടുത്ത പേസ്റ്റ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പനീർ ഫ്രൈ ചെയ്തെടുത്തിട്ടൊന്നുമില്ല, ഡയറക്റ്റ് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. കറി ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ദാ ഇതുപോലെ എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് ഏകദേശം 1 ടീസ്പൂൺ പാൽപ്പാട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീമിന് പകരമാണ് ഞാൻ ഈ ഒരു പാൽപ്പാട ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ അധികം ഫ്രഷ് ക്രീം ഒന്നും വാങ്ങിച്ച് വയ്ക്കാറില്ല. അപ്പോൾ ഇങ്ങനെ പാൽപ്പാട ചേർത്ത് കൊടുത്താൽ എനിക്ക് ഫ്രഷ് ക്രീം ചേർക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല കുറുകിയ പനീർ കറിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുകും. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച റാഗി ചപ്പാത്തി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാ നിങ്ങൾക്കിപ്പോൾ കാണാം, ഇത് നല്ല സോഫ്റ്റ് ആണ്, ഒട്ടും ഹാർഡല്ല. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പനീർ കറി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു റാഗി ചപ്പാത്തിയും പനീർ കറിയും. ഇടയ്ക്കിടയ്ക്കൊക്കെ സാധാരണ ചപ്പാത്തിക്ക് പകരം ഇതുപോലെ റാഗി ചേർത്ത ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ നല്ലതാണ്. കാരണം റാഗിയിൽ ഒരുപാട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റാഗി ചപ്പാത്തിയും ഈസി പനീർ കറിയും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.